ഹലോ, ഇന്ന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പം ഞാനും മനീഷയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ രണ്ടുപേരും കോമഡി അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റേഡിയം എത്തി. നോക്കാന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോണതുകൊണ്ട് രണ്ടുപേരും ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാളും സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ആകെ ഒരു കുടയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കുടയിൽ രണ്ടുപേരും കൂടി എന്തെല്ലോ പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ BCയിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല ഹെവി റെയിനാണെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ BCൻ്റെ ക്ലാസ് റൂം എത്തി. അപ്പോൾ ഒട്ടും തന്നെ ഞങ്ങൾ റെഡി ആയിട്ടില്ല. അപ്പോൾ രണ്ടുപേർക്കും റെഡി ആവണം. അപ്പം മനീഷ പോയി. അപ്പോൾ ഞാൻ പോയി റെഡി ആവണം. എന്നാലും ഞാൻ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനീഷ വിളിച്ചത്, പോയി റെഡിയാകാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി. അപ്പോൾ ഇതേ വരുന്നതാണ് അശ്വതി. അവളെ നല്ല രീതിക്ക് നന്നിട്ടാണ് വരുന്നത്. പിന്നെ ഇതറിയാലോ, പിന്നെ ഇത് BCയിലെ കുട്ടിയാണ്. പിന്നെ അടുത്ത വരുന്നതാണ് വിസ്മയ ചേച്ചി. ഞങ്ങളുടെ ടീമിലെ ഏറ്റവും വലിയ ചേച്ചിയാണ്. പക്ഷെ കണ്ടാൽ പറയത്തില്ല, ഞങ്ങളെ പോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ പുറകിൽ വരുന്നത് ഹഫ്സത്ത്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞനിയത്തിയാണ്. പിന്നെ മനീഷ എനിക്ക് കണ്ണെഴുതി തരികയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണെഴുതാൻ അറിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാവലെല്ലാം കഴിഞ്ഞു. ഞാനപ്പോൾ റെഡിയാവുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം തിരക്കായിരുന്നു. അപ്പോൾ എൻ്റെ പുറകിൽ പിള്ളേരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതേ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡിറ്റോറിയം എത്താറായി. മേലെ കയറിയപ്പോൾ തന്നെ സീനിയേഴ്സ് ചേച്ചിമാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പിള്ളേരുടെ ഭാവം എന്ന് പറയുമ്പോൾ എന്തിനാവോ വന്നത് എന്നായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറി. ഈ കാണുന്നതാണ് ഓഡിറ്റോറിയം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പ്രയറും സ്പീച്ചും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സീറ്റും കിട്ടിയില്ല. അപ്പോൾ ബാക്കിൽ തന്നെയായിരുന്നു നിന്നത്. അതിനുശേഷം BCയിലെ പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാംസിന് കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ പ്രോഗ്രാമായിരുന്നു. കുറച്ച് ദിവസവും കുറച്ച് സമയം കൊണ്ട് എടുത്ത ഡാൻസായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റേണ്ട രീതിയിലെല്ലാം ഞങ്ങൾ പ്രാക്ടീസ് എല്ലാം ചെയ്ത് സെറ്റായതായിരുന്നു. അപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ പാട്ട് ഞങ്ങളെ ചതിച്ചു. ശരിക്കും എല്ലാം തന്നെ കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയായിരുന്നു. എല്ലാവരുടെയും ഫേസിൽ ഒരു പ്ലിങ് എന്നുള്ളൊരു ആക്ഷനായിരുന്നു. എന്നാലും കൂടുതലുള്ള ചേച്ചിമാരും ടീച്ചേഴ്സും എല്ലാം സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെയും ഡാൻസ് തുടർന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഡാൻസ് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം കൈ കഴുകാൻ പോയപ്പോഴാണ് എല്ലാവരും കൂടി ഒരു ചെറിയൊരു മിറർ വീഡിയോ എടുത്തത്. അതിനുശേഷം ഞങ്ങൾ മേലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി. നോക്കുമ്പോൾ എല്ലാവരും തന്നെ ഇരുന്നു. മൊത്തം ഹൗസ്ഫുള്ളായിരുന്നു, ഒരു രക്ഷയുമില്ല. അപ്പോൾ എന്തായാലും സമയം കളയേണ്ട വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഇറങ്ങി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ട് അതിനുശേഷം ഞങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽ എടുക്കാൻ വേണ്ടി പുറത്ത് പോയി. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെയും നോക്കി, പക്ഷേ പിന്നെയും കിട്ടിയില്ല. അപ്പോൾ പിന്നെയും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഏകദേശം എല്ലാവരും കഴിച്ച് കഴിയണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് സീറ്റ് കിട്ടി. അപ്പോൾ മനീഷ കഴിച്ചു, വിസ്മയ ചേച്ചി കഴിച്ചു, നിത്യ കഴിച്ചു, ആദിത്യ കഴിച്ചു, ഹഫ്സത്ത് കഴിച്ചു, അശ്വതി കഴിച്ചു, അങ്ങനെ അജിതയും കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ. വളരെ കുറച്ച് കറികളും 2 കൂട്ടം പായസം ചേർന്ന ഒരു ചെറിയ സദ്യയായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് BCയിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും തന്നെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ എല്ലാവരും മിണ്ടാതെ ചുമ്മാ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയി റെഡിയായിട്ട് വന്നു. അങ്ങനെ കുറച്ച് പാട്ടെല്ലാം കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയി. അപ്പം ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മനീഷ വിശക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് പോയി ഒരു നാരങ്ങ